എല്ലാവർക്കും നമസ്കാരം. പലപ്പോഴും നമ്മുടെ കമ്പ്യൂട്ടറുകൾ സ്ലോ ഡൗൺ ആകാറുണ്ട്. ഇതിനുള്ള ഒരു പ്രധാന കാരണം വിൻഡോസിൽ നിറയെ ടെമ്പററി ഫയൽസ് നിറഞ്ഞ് സി ഡ്രൈവ് അല്ലെങ്കിൽ സിസ്റ്റം ഡ്രൈവ് ഫുൾ ആകുന്നതുകൊണ്ടാണ്. എങ്ങനെയാണ് സി ഡ്രൈവ് ക്ലീൻ ചെയ്യുക, എങ്ങനെയാണ് ടെമ്പററി ഫയൽസ് ഡിലീറ്റ് ചെയ്ത് കളയുക, എങ്ങനെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനെ വേഗത്തിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും, ഇതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ നമ്മുടെ വിൻഡോസ് 10 ആണ് കാണിച്ചിരിക്കുന്നത്. വിൻഡോസ് 10ൽ ടാസ്ക് ബാർ ഏറ്റവും അടിയിലായി ടാസ്ക് ബാറിൽ വിൻഡോസിന്റെ സ്റ്റാർട്ട് ബട്ടൺ കാണാം. ഈ സ്റ്റാർട്ട് ബട്ടണിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സാധാരണ നാം ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മെനു വരും. ഉള്ള എല്ലാ പ്രോഗ്രാംസിന്റെയും ആപ്ലിക്കേഷൻസിന്റെയും ലിസ്റ്റാണ് ഈ മെനുവിൽ ഉണ്ടാകുക. പക്ഷേ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾക്കൊരു രഹസ്യ മെനു കിട്ടും, സീക്രട്ട് മെനു. ഈ സീക്രട്ട് മെനുവിൽ ധാരാളം ഐറ്റംസ് ഉണ്ട്. ഇതിൽ നാം നോക്കാൻ പോകുന്നത് റൺ ആണ്. ഇതിലെ റൺ എന്ന ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് റണ്ണിന്റെ വിൻഡോ വരും. ഈ വിൻഡോയിൽ നമ്മൾ TEMP എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലെ ടെമ്പററി ഫോൾഡർ ഇവിടെ ഓപ്പൺ ആവുന്നത് കാണാം. എന്റെ ടെമ്പററി ഫോൾഡറിലുള്ള ഫയലുകളെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഫയലുകൾ ഉണ്ടെങ്കിൽ എല്ലാ ഫയലുകളും തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുക. രണ്ടാമതായി വീണ്ടും അതേ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അതേ രഹസ്യ മെനു എടുക്കുക, റൺ ക്ലിക്ക് ചെയ്യുക. അവിടെ പോയിട്ട് നാം ടൈപ്പ് ചെയ്യേണ്ടത് temp. ആദ്യം പെർസെന്റേജ് സിമ്പിൾ, ദെൻ TEMP, ദെൻ പെർസെന്റേജ്. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഫോൾഡർ ഓപ്പൺ ആകും. ഈ ഫോൾഡറിൽ ധാരാളം ഫയലുകളും ഫോൾഡറുകളും ഉണ്ടാകും. അവയെല്ലാം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് പെർമിഷൻ ചോദിക്കും. ചില ഫയലുകൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, കണ്ടിന്യൂ ചെയ്യണമോ വേണ്ടയോ എന്ന്. കണ്ടിന്യൂ കൊടുക്കുക. അതിലെ അധികം ഫയലുകളും ഡിലീറ്റ് ആയി കഴിഞ്ഞു. എന്നാൽ ചില ഫയലുകൾ ഡിലീറ്റ് ആയിട്ടില്ല. അത് അങ്ങനെ തന്നെ വിട്ടേക്കും. മൂന്നാമതായി ചെയ്യാനുള്ളത് വീണ്ടും റൺ ഓപ്പൺ ചെയ്ത് ഇതിൽ നമ്മൾ പ്രീഫെച്ച് എന്ന് ടൈപ്പ് ചെയ്യുക. പ്രീഫെച്ച് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വിൻഡോസ് ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ആകും. അതിലെ ഫയൽ ഓപ്പൺ ചെയ്യാനായി നമ്മളോട് പെർമിഷൻ ആവശ്യപ്പെടും. പെർമിഷൻ കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെയും നമ്മൾക്ക് കുറേ ഫയലുകൾ കിട്ടും. എല്ലാം ചെറിയ ഫയലുകളാണ്, പക്ഷെ വളരെയേറെ ഫയലുകളുണ്ട്. എല്ലാ ഫയലുകളും സെലക്ട് ചെയ്യുക. അതിനുശേഷം അവയെല്ലാം ഡിലീറ്റ് ചെയ്തേക്കും. ഇവിടെയും ചില ഫയലുകൾ സിസ്റ്റം ഫയൽസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതായി വരും. അത് ഒഴിവാക്കൂ. മറ്റുള്ളവയെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കും. എന്നിട്ട് അത് ക്ലോസ് ചെയ്യുക. ഇങ്ങനെ ഈ 3 സ്റ്റെപ്പായി നാം ടെമ്പററി ഫയലുകൾ ഡിലീറ്റ് ചെയ്താൽ തന്നെ നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ വിൻഡോസ് ബേസ്ഡ് കമ്പ്യൂട്ടറിന്റെ സ്പീഡ് കൂടുന്നതാണ്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, റീസൈക്കിൾ ബിന്നിൽ എന്തെങ്കിലും ഫയലുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് കളഞ്ഞേക്കുക, എംപ്റ്റി ചെയ്ത് കളഞ്ഞേക്കുക പെർമനന്റ് ആയിട്ട്. ഇതിനുശേഷം നമ്മൾ ദിസ് PC ഓർ മൈ കമ്പ്യൂട്ടർ അതിൽ പോയി നോക്കിയാൽ സി ഡ്രൈവ് നീല കളറിലാണ് കാണുന്നത്, ചുവന്ന കളറിലല്ല. സി ഡ്രൈവ് ഫുള്ളാണ്. അതിൽ വളരെയേറെ ഫയൽസ് ഉണ്ട്. തീരെ ബാലൻസ് സ്പേസ് ഇല്ല എങ്കിൽ ഇതിന്റെ കളർ ചുവപ്പായി കാണും. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ D ഡ്രൈവിലും E ഡ്രൈവിലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. സി ഡ്രൈവിൽ അധിക സ്ഥലമില്ല എങ്കിലും 8.49 GB സ്ഥലമുണ്ട്. ഇത് ധാരാളമാണ്. ഇത് തീരെ കുറവാണെങ്കിൽ നാം നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഡൗൺലോഡ്സ്, ഡെസ്ക്ടോപ്പ്, മൈ ഡോക്യുമെന്റ്സ്, ഇവിടെയൊക്കെ ഉള്ള ഫയലുകൾ, വലിയ ഫയലുകൾ, മ്യൂസിക്, വീഡിയോസ്, ഇതെല്ലാം ഒന്നെങ്കിൽ D ഡ്രൈവിലേക്കോ E ഡ്രൈവിലേക്കോ മാറ്റാവുന്നതാണ്. അങ്ങനെ മാറ്റിയാൽ സിയിൽ ധാരാളം സ്ഥലം കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തിട്ട് അതിലേക്ക് മാറ്റിയാലും നമുക്ക് ആവശ്യത്തിനുള്ള സ്ഥലം കിട്ടും. ഇങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ വേഗത കൂട്ടാൻ നമുക്ക് കഴിയും. എല്ലാവർക്കും നന്ദി. എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.